Hi all. Deferred database modification and check pointing. ഈ രണ്ട് കൺസെപ്റ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡിഫേർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ. നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ മനസ്സിലാക്കി, ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു, അത് ഡാറ്റാബേസ് മോഡിഫൈ ചെയ്യുന്നതിന് മുന്നേ ഒരു ലോഗ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് ലോഗ് റെക്കോർഡിൽ എൻട്രി നടത്തും. ഓക്കെ, ഈ ലോഗ് റെക്കോർഡിൻ്റെ ബേസിസിലാണ് എന്തെങ്കിലും റിക്കവറി ഓപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ലോഗ് റെക്കോർഡ് നോക്കിയിട്ടാണ്, ആ സിസ്റ്റം ലോഗ് നോക്കിയിട്ടാണ് റിക്കവറി ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. അത് ചെയ്യുന്നത് അൺഡു ആൻഡ് റീഡു ഓപ്പറേഷൻ വെച്ചിട്ടാണ് ഈ റിക്കവറി ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. എപ്പോഴാണ് അൺഡു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ട്രാൻസാക്ഷൻ ഒരു ഡിസ്ക് ഫെയിലിയർ ഉണ്ടായി, ആ ഫെയിലിയർ ഉണ്ടാകുന്നതിന് മുന്നേ ആ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കേസിൽ ആ ട്രാൻസാക്ഷൻ ഇതുവരെ ഉണ്ടാക്കിയ ചേഞ്ചസുകളൊന്നും എഫക്റ്റ് ആവാൻ പാടില്ല. ആ ഒരു കേസിലാണ് നമ്മൾ അൺഡു ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അതായത് ആ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി അല്ല കംപ്ലീറ്റ് ആയത്, അതുകൊണ്ട് അത് ഉണ്ടാക്കിയ ചേഞ്ചസ് ഒക്കെ മാറ്റിയിട്ട് ആ ട്രാൻസാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേയുള്ള സ്റ്റേറ്റിലോട്ട് അതിനെ മാറ്റണം. അതിനാണ് അൺഡു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. എപ്പോഴാണ് റീഡു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? ഒരു ഫെയിലിയർ ഉണ്ടാകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു ചേഞ്ചസുകൾ മൊത്തം ഡാറ്റാബേസിലോട്ട് പെർമനൻ്റ്ലി മാറ്റുന്നതിന് മുന്നെയാണ് ഒരു സിസ്റ്റം ക്രാഷ് ഒക്കർ ചെയ്തത്. ആ കേസിലാണ് നമ്മൾ റീഡു ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. സോ റീഡു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് സക്സസ്ഫുള്ളി ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ ഡിസ്കിലോട്ട് പെർമനൻ്റ്ലി റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു സിസ്റ്റം ക്രാഷ് ഉണ്ടായി, അതുകൊണ്ട് ഡാറ്റാബേസിൽ റൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ കേസിലാണ് നമ്മൾ റീഡു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ട്രാൻസാക്ഷൻ എപ്പോഴാണ് ഡാറ്റാബേസിനെ മോഡിഫൈ ചെയ്തു എന്ന് പറയുക? ഒരു ട്രാൻസാക്ഷൻ ഡാറ്റാബേസിനെ മോഡിഫൈ ചെയ്തു എന്ന് പറയുന്നത് ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, അപ്ഡേറ്റുകൾ ഡിസ്ക് ബഫറിൽ അല്ലെങ്കിൽ ഡിസ്കിൽ തന്നെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ട്രാൻസാക്ഷൻ മോഡിഫൈ ചെയ്തു എന്ന് പറയുക ഡാറ്റാബേസിനെ. അല്ലാതെ ഈവൻ മെയിൻ മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്താൽ പോലും നമ്മളതിനെ ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ എന്ന് പറയില്ല. ഓക്കെ, ഇങ്ങനെ ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതിലൊന്നാണ് ഈ ഒരു ഡിഫേർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ, മറ്റൊന്ന് ഇമ്മീഡിയറ്റ് മോഡിഫിക്കേഷൻ. ഈ ഡിഫേർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി കമ്മിറ്റ് ആവുന്നത് വരെ അത് ആ ഡാറ്റാബേസിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായോ, മോഡിഫിക്കേഷൻസ് ഉണ്ടായോ, അത് പെർമനൻ്റ് ആയിട്ട് ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്യില്ല. എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് അത് റൈറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ലോങ് ട്രാൻസാക്ഷൻ ആയിരിക്കും, ആ ട്രാൻസാക്ഷനകത്ത് കുറേ റൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവും. ഈ റൈറ്റ് ഓപ്പറേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്താലും അത് അപ്പോൾ തന്നെ ഡിസ്കിലോട്ട് പെർമനൻ്റ്ലി റൈറ്റ് ചെയ്യില്ല ഡാറ്റാബേസിൽ. പകരം എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് റൈറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ളതിനാണ് ഡിഫേർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ എന്ന് പറയുക. ഇമ്മീഡിയറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ടെക്നിക്ക്, ഡാറ്റാബേസിൻ്റെ അകത്ത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ അത് അപ്പോൾ തന്നെ, അതായത് ട്രാൻസാക്ഷൻ ആക്റ്റീവ് ആവുന്ന സമയത്ത് തന്നെ ആ ട്രാൻസാക്ഷനെ നമ്മൾ ഡാറ്റാബേസിനെ മോഡിഫൈ ചെയ്യും. ആ ട്രാൻസാക്ഷൻ്റെ അകത്ത് കുറേ റൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ടാവും, ചേഞ്ചസ് വന്നിട്ടുണ്ടാവും വാല്യൂസിന്. അത് ട്രാൻസാക്ഷൻ ആക്റ്റീവ് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ, ആക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് തന്നെ നമ്മൾ ആ ഡാറ്റാബേസിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്യും. അങ്ങനെയുള്ളതിനാണ് ഇമ്മീഡിയറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുക. ഈ രണ്ടിനും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഈ ഒരു ഡിഫേർഡ് മോഡിഫിക്കേഷൻ്റെ ഒരു ഓവർ ഹെഡ് എന്ന് പറയുന്നത്, ട്രാൻസാക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാത്രമേ ഡിസ്കിലേക്കോട്ട് റൈറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇടയിലുണ്ടാകുന്ന റൈറ്റ് വാല്യൂസ്, അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ലോക്കൽ കോപ്പീസിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഈ വാല്യൂ ഉപയോഗിച്ചിട്ട് മറ്റ് ട്രാൻസാക്ഷനിലെ സെയിം ട്രാൻസാക്ഷൻ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് ചെയ്ത വാല്യൂ ഒക്കെ ഈ ലോക്കൽ കോപ്പിയിൽ നിന്ന് എടുത്തിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഒരു ഇറർ ഉണ്ടാവുകയാണെങ്കിൽ ആ ഡാറ്റാബേസിന് വീണ്ടും അതിനെ എടുത്ത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഇവിടെ ഇമ്മീഡിയറ്റ് മോഡിഫിക്കേഷൻ ആണെങ്കിൽ ഓരോ റൈറ്റും ഓരോ ചേഞ്ചസും അത് ഡാറ്റാബേസിൽ അപ്പോൾ തന്നെ റൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ലോക്കൽ കോപ്പിയിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷേ ഒരു ഇറർ ഉണ്ടാവുകയാണെങ്കിൽ, ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ, ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ ആ ഡാറ്റാബേസിൽ നിന്ന് കൂടി അതിൻ്റെ ചേഞ്ചസിനെ നമ്മൾ മാറ്റേണ്ടി വരും. സോ ഇതാണ് ഡിഫേർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ എന്ന കൺസെപ്റ്റ്. നെക്സ്റ്റ്, ചെക്ക് പോയിൻറ്റിങ്. എന്താണ് ചെക്ക് പോയിൻറ്റിങ്? ചെക്ക് പോയിൻറ്റിങ് എന്ന് പറയുന്നത്, ഒരു സിസ്റ്റം ക്രാഷ് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഗിനെ ബേസ് ചെയ്തിട്ടാണ് അൺഡു റീഡു ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് റിക്കവറി ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അത് നമുക്കറിയാം. ദെൻ ഇങ്ങനെ നമ്മളൊരു ലോഗിനെ നോക്കുന്ന സമയത്ത് നമുക്ക് എൻ്റയർ ലോഗിനെ തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും.
അതായത് നമ്മളൊരു ലോഗ് ഉണ്ട്, ആ ലോഗിൻ്റെ അകത്ത് കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാകും, കുറേ ട്രാൻസാക്ഷൻ ഉണ്ടാവും. നമ്മൾ കംപ്ലീറ്റ് ലോഗിനെ തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും, എന്തൊക്കെ നമുക്ക് റീഡു ചെയ്യണം, എന്തൊക്കെ നമുക്ക് അൺഡു ചെയ്യണം എന്നുള്ള കാര്യം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ആണ്. ഒന്ന്, സെർച്ച് ടൈം, മീൻസ് സെർച്ച് പ്രോസസ്സ് ടൈം കൺസ്യൂമിങ് ആണ്. ആ ഒരു വലിയ ലോഗ്, ആ ലോഗിൻ്റെ അകത്ത് കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് നമ്മൾ ആദ്യം മുതലേ ഫുള്ള് സെർച്ച് ചെയ്തിട്ട് വേണം ഏതൊക്കെ ട്രാൻസാക്ഷൻസ് അൺഡു ചെയ്യണം, റീഡു ചെയ്യണം എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ദെൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ അക്കോർഡിംഗ് ടു ദ അൽഗോരിതം നീഡ് ടു ബി റീഡൺ ഹാവ് ഓൾറെഡി റിട്ടേൺ ദെയർ അപ്ഡേറ്റ് ഇൻ ടു ദ ഡാറ്റാബേസ്. ഈ അൽഗോരിതം പ്രകാരം ചില ട്രാൻസാക്ഷൻസ് റീഡു ചെയ്യേണ്ടി വരും, അല്ലെ റീഡൺ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ഓൾറെഡി ചിലപ്പം ഡാറ്റാബേസിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാൽ പോലും നമ്മൾ വീണ്ടും ഒന്നുകൂടി ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇഷ്യൂസ് ഒന്നുമില്ല, അതായത് ഒരു ഹാമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ അതിനു വേണ്ടി നമ്മൾ എക്സ്ട്രാ വേറെ കുറേ ടൈം കൂടി എടുക്കേണ്ടി വരും. ഓക്കെ, ഈ ഒരു ഓവർ ഹെഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് പോയിന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇനി ചെക്ക് പോയിന്റ് എന്താ ചെയ്യുന്നത്? ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു ലോഗിൻ്റെ അകത്ത് ചെക്ക് പോയിന്റ്സ് ഉണ്ടാവും മറ്റ് റെഗുലർ പോയിന്റിൽ, ഇത് പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. സോ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ലോഗിനെ കംപ്ലീറ്റ് ആദ്യം മുതലേ സെർച്ച് ചെയ്തിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഈ ചെക്ക് പോയിന്റ് മുതൽ അങ്ങോട്ടേക്കുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചെക്ക് പോയിന്റ് ഈസ് പെർഫോംഡ് ആസ് ഫോളോസ്: ഔട്ട്പുട്ട് ടു സ്റ്റേബിൾ സ്റ്റോറേജ് ഓൾ ലോഗ് റെക്കോർഡ് കറൻ്റ്ലി റിസൈഡിങ് ഇൻ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയിലുള്ള ലോഗ് റെക്കോർഡ്സ് മൊത്തം സ്റ്റേബിൾ സ്റ്റോറേജിലേക്ക് ഔട്ട്പുട്ട് ചെയ്യുക. ഓൾ മോഡിഫൈഡ് ബഫർ ബ്ലോക്സിനെ ഡിസ്കിലോട്ട് ഔട്ട്പുട്ട് ചെയ്യുക. ദെൻ ഔട്ട്പുട്ട് ഓൺ ടു സ്റ്റേബിൾ സ്റ്റോറേജ് എ ലോഗ് റെക്കോർഡ് ഓഫ് ദ ഫോം ചെക്ക് പോയിന്റ് എൽ. ഈ ഒരു ഫോമിലുള്ള റെക്കോർഡിനെ നമ്മൾ ലോഗ് റെക്കോർഡിലോട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ സ്റ്റോറേജിലോട്ട് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുക. വേർ എൽ എന്ന് പറയുന്നത് ചെക്ക് പോയിന്റിൻ്റെ ടൈമിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻ ഇപ്പോൾ ആക്റ്റീവ് ആണ് എന്നുള്ള ലിസ്റ്റാണ് ഈ എല്ലിൽ ഉണ്ടാവുക. ഓക്കെ, ഈ ചെക്ക് പോയിന്റ് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രാൻസാക്ഷനും അപ്ഡേറ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ സമ്മതിക്കില്ല. എങ്ങനെയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഐഡിയ, ഈ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഒരു ഫിഗറും ഉണ്ട്. ഈ ഫിഗറും കൂടി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഓക്കെ, റിക്കവറി ടൈമിൽ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെക്ക് പോയിൻറ്റിൻ്റെ ആ ടൈമിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആക്റ്റീവായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, ആ ട്രാൻസാക്ഷൻ മുതൽ അങ്ങോട്ടേക്കുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഇതിങ്ങനെ ചെയ്യുന്നത്, ഒരു ലോഗ് ഉണ്ടാവും, സ്കാൻ ബാക്ക്വേർഡ് ഫ്രം ദ എൻഡ് ഓഫ് ദ ലോഗ്. ലോഗിൻ്റെ ഏറ്റവും എൻഡ് മുതൽ ഇങ്ങോട്ടേക്ക് സ്കാൻ ചെയ്യുക ഈ ചെക്ക് പോയിൻ്റ് എത്തുന്നത് വരെ. എന്നിട്ട് ആ ചെക്ക് പോയിൻറ്റിൻ്റെ മുന്നേ സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് പോയിൻ്റ് എത്തിയിട്ടും കഴിയാത്ത ട്രാൻസാക്ഷൻ മുതൽ മാത്രം ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി. ഓക്കെ, ദെൻ ആ ട്രാൻസാക്ഷൻ മുതൽ ബാക്കി അങ്ങോട്ടേക്ക് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടോ അതുമാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു സിസ്റ്റം ഫെയിലിയർ ഉണ്ടാകുമ്പോഴാണ്. സോ ചെക്ക് പോയിന്റ് മുതൽ ആ സിസ്റ്റം ഫെയിലിയർ ഉണ്ടാകുന്ന വരെയുള്ള ടൈമിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ റീഡു ചെയ്യുക. ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ തുടങ്ങി പക്ഷേ കമ്മിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് എങ്കിൽ അതിൻ്റെ എഫക്റ്റുകളൊക്കെ പഴയ പോലെയാക്കണം. സോ അതിനുവേണ്ടി നമ്മൾ അൺഡു ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഈ ഫിഗർ കാണുമ്പോൾ ഒന്നുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും, കംപ്ലീറ്റ് ഐഡിയ മനസ്സിലാവും. ഇതാണ് ചെക്ക് പോയിന്റ്. ഇവിടെ നിന്നാണ് സിസ്റ്റം ഫെയിലിയർ ഒക്കെ ആയിട്ടുള്ളത്. ഇവിടെ ഒരു ട്രാൻസാക്ഷൻ T1 ഈ ചെക്ക് പോയിന്റിന് മുന്നേ തന്നെ കമ്മിറ്റ് ചെയ്തതാണ്. സോ ഈ ട്രാൻസാക്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഈ ചെക്ക് പോയിന്റിന് തൊട്ട് മുന്നേ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആവാത്ത ട്രാൻസാക്ഷൻ മുതൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് T2 മുതൽ അങ്ങോട്ടേക്കുള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ T2 എന്നുള്ളത് ഇതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തു, ബട്ട് സിസ്റ്റം ഫെയിലിയർ ഒക്കർ ചെയ്യുന്നതിന് മുന്നേ തന്നെ സക്സസ്ഫുള്ളി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. T3 അതേപോലെ തന്നെ സിസ്റ്റം ഫെയിലിയർ ഒക്കർ ചെയ്യുന്നതിന് മുന്നേ സക്സസ്ഫുള്ളി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ T2 T3 നമ്മൾ എന്ത് ചെയ്യണം? റീഡൺ ആണ് ചെയ്യേണ്ടത്. T4 സിസ്റ്റം ഫെയിലിയർ എത്തുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫെയിലിയർ ആകുന്ന സമയത്ത് ഇത് കമ്മിറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ ട്രാൻസാക്ഷൻ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാക്കിയോ അതിനെ മൊത്തം നമ്മൾ അൺഡു ചെയ്യണം. ഓക്കെ, സോ ഇതാണ് ചെക്ക് പോയിന്റ്. ഈ ചെക്ക് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് കൺസിഡർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഇതൊരു ലോഗാണ് എങ്കിൽ ചിലപ്പോൾ ഈ ഭാഗത്ത് കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. നോർമൽ ചെക്ക് പോയിന്റ് ഇല്ല എങ്കിൽ നമ്മൾ ഈ ട്രാൻസാക്ഷൻ മൊത്തം ചെക്ക് ചെയ്യണമായിരുന്നു. പക്ഷേ ചെക്ക് പോയിന്റ് ഉള്ളതുകൊണ്ട് ഈ ചെക്ക് പോയിന്റിൻ്റെ സമയത്ത് ആക്റ്റീവായിട്ട് കമ്മിറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് മുതൽ അങ്ങോട്ടേക്കുള്ളത് മാത്രം എടുത്താൽ മതി. ഇവിടെ T1 കൺസിഡർ ചെയ്യുകയില്ല. T2 T4 ആണ് കൺസിഡർ ചെയ്യുക. T2 T3 ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് സിസ്റ്റം ഫെയിലിയറിന് മുന്നേ. സോ ഇതിനെ എന്ത് ചെയ്യണം? റീഡൺ ചെയ്യുക. T4
കമ്മിറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് ഇതിനെ അൺഡൺ ചെയ്യുക. ഇതാണ് ചെക്ക് പോയിൻറ്റിംഗ് എന്ന കൺസെപ്റ്റ്. സോ ഫൈനലി എന്താണ് ഡിഫേർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ, ഇമ്മീഡിയറ്റ് മോഡിഫിക്കേഷൻ, ദെൻ എന്താണ് ചെക്ക് പോയിൻറ്റിംഗ്, ചെക്ക് പോയിൻറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, ആ ഓപ്പറേഷൻ എങ്ങനെയാണ്, ദെൻ വിത്ത് എ എക്സാമ്പിൾ. ഓക്കെ, താങ്ക് യു.